ഞാൻ ആറ്റുകാല അമ്മേൻ്റെ അടുത്തേക്ക് പൊങ്കാലിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമാണ്, ആദ്യമായിട്ടാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ എല്ലാം ശുഭമായിട്ട് മംഗളമായിട്ട് കഴിയാൻ നിങ്ങളും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ശരി. ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ നടയെന്നാണ് ഞങ്ങൾക്ക് ട്രാവലറിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് അവരെ കൂടെ പോണത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാട്ടോ വിശേഷങ്ങളൊക്കെ. ചോറ്റാനിക്കിൻ്റെ മകൻ തൊഴിലാണ് ഞങ്ങള് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയത് കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നാണ് കേട്ടോ ബസ്സിൽ പോയത്. അത് 19 സീറ്റുള്ള വണ്ടിയായിരുന്നു കേട്ടോ. അതിൽ 17 ആളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് നേരെ പോയത് കൊടുങ്ങല്ലൂര് ക്ഷേത്രത്തിലേക്കാണ്. അവിടുന്ന് ഞങ്ങള് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി. അവിടെ മകത്തൊഴിലായിരുന്നു കേട്ടോ. അടിപൊളിയായി ഞങ്ങള് കണ്ടു. മകത്തൊഴിലിന്റെ സമയം 2 മണിയായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന് മുന്നേ എത്തി. അമ്പലത്തില് ഞങ്ങള് ഭംഗിയായിട്ട് എല്ലാം കണ്ടു കേട്ടോ. അമ്പലത്തിലൊക്കെ കണ്ട് തൊഴുത് ഒക്കെ അവിടുന്ന് അന്നദാനം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങള് ഏറ്റുമാനൂരാണ് പിന്നെ ഇറങ്ങിയത് കേട്ടോ. ഏറ്റുമാനൂര് അമ്പലത്തിലൊക്കെ കറങ്ങി തൊഴുത് ഞങ്ങള് നേരെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. ആറ്റുകാൽ പൊങ്കാല ഇടാനുള്ള അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോയി. അവിടെ എത്തിയപ്പോ ഞങ്ങൾ അടുത്തുള്ള ഒരു 2-3 അമ്പലത്തിലേക്കും കൂടി പേര് തൊഴുതിട്ടാണ് ഞങ്ങള് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾക്ക് താമസം റെഡിയാക്കിയിരുന്നത് കേട്ടോ. അപ്പൊ അവിടെ അടിപൊളിയായിരുന്നു. AC റൂമൊക്കെ ആയിരുന്നു. നല്ല പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആളുടെ പേര് ജീന എന്നാണ് കേട്ടോ. അപ്പൊ ആളാണ് നമ്മളെ കൊണ്ടുപോയത് അമ്പലത്തില്. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കാലത്തെ ഭക്ഷണമൊക്കെ ഞങ്ങള് കൊണ്ടുപോയിരുന്നു. വൈകുന്നേരം ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച് ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുകയും ചെയ്തത് കേട്ടോ. അതുപോലെ നമ്മള് അവിടെ ചെന്നിട്ടാണ് പൂജാ സാധനങ്ങൾ മുഴുവൻ ദീന വാങ്ങിച്ചിരുന്നു കേട്ടോ. അവിടെ ചെന്ന് നമ്മള് കലം മേടിച്ചു. അപ്പൊ കലത്തിന് 120 രൂപ. അതുപോലെ കല്ല് 3 കല്ലിന്, ഒരു കല്ലിന് 20 രൂപ വെച്ചിട്ട് 60 രൂപ. അതുപോലെ പിന്നെ പൂവിന് 100 രൂപ. 1 കിലോ പൂവിന് 500 രൂപ. അങ്ങനെയാണ് പൂവ് 5 ആൾക്കാർക്ക് കൂടിയിട്ട് മേടിച്ചത് കേട്ടോ. പിന്നെ നമ്മൾക്ക് അമ്പലത്തിൽ പോയി അവിടെ അടുത്തുള്ള ഇങ്ങനെ ഒരു ഫ്ലാറ്റുകളിലേക്ക് പോണ ഒരു വഴിയിലാണ് ഞങ്ങള് അടുപ്പ് കൂട്ടി പൊങ്കാല ഇട്ടത് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് കുറച്ച് നടക്കണം, ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് നടക്കണം. അപ്പൊ ഞങ്ങള് പൊങ്കാല ഇടാനായിട്ട് അവിടെ പോയി പൊങ്കാലയൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ഞങ്ങള് പൊങ്കാല ഇട്ടുകൂട്ടാം. നമുക്ക് നല്ലപോലെ തളച്ച് ഒക്കെ പൊന്തി പോയി. അടിപൊളിയായിരുന്നു കേട്ടോ പൊങ്കാല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് പൊങ്കാലയ്ക്ക് പോണത്. അങ്ങനെയാണ് നമ്മള് പൊങ്കാലയ്ക്ക് അന്ന് പോവാൻ നമുക്ക് അവസരം ഉണ്ടായി. നമ്മൾ പോയി തൊഴുതു ഒക്കെ പോന്നുട്ടാ. അടിപൊളി യാത്രയായിരുന്നു. നമ്മള് രാത്രിയാണ് നമ്മള് നല്ലോണം ഒരു 9:30 നേരത്താണ് നമ്മള് ഫ്ലാറ്റിലേക്ക് എത്തിയത് കേട്ടാ. സുഖമുള്ള അടിപൊളി. എന്താന്ന് വെച്ചാൽ അത്രയും തിരക്കും, എന്നാലും നമുക്ക് സമാധാനമായിട്ട് അമ്മേനെ കണ്ട് തൊഴാനും പൊങ്കാലയിട്ട് അടിപൊളിയായിട്ട് പോരാൻ പറ്റിയിട്ട. അപ്പൊ നമുക്ക് ഇനി ആർക്കെങ്കിലും ഒക്കെ ഈ വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീനയുടെ ഫോൺ നമ്പറും എല്ലാം ഞങ്ങൾ ഇതില് കൊടുക്കാട്ടോ.
പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ